ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മതി, ഓക്കെ, നമുക്ക് പിന്നെ വായിക്കാം. അബ്രാഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാഹാമിന് പ്രത്യക്ഷനായി. എല്ലാവരും പറഞ്ഞേ, പ്രത്യക്ഷനായി. പ്രത്യക്ഷനായി എന്ന് പറയുന്ന ആ വാക്കിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ പോകുന്നത്. പക്ഷേ ഈ 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ ചരിത്രത്തെയും ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷത കാണാൻ വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരുപാട് സീറ്റുകൾ വെറുതെ ഇരിക്കുന്നില്ലേ? ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഒരു എൻകൗണ്ടർ, ഒരു എൻകൗണ്ടർ. ഇത് 2-ാമത്തെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? 2-ാമത്തെ ദിവസം. ഈ 2-ാമത്തെ ദിവസം നിങ്ങളോട് ഞാൻ ശാന്തമായ നിലയിൽ പറയുന്നു, ഈ 21 ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് ചിലരുടെ ലൈഫിൽ കർത്താവിൻ്റെ ഡിവൈൻ എൻകൗണ്ടറുകൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചോ. എൻകൗണ്ടറുകൾ നിങ്ങൾ എഴുതി വെച്ചോ. സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണികൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഹോളി സ്പിരിറ്റിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഓരോരുത്തർ വന്ന് സാക്ഷ്യം പറയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നല്ലതുപോലെ കരമടിച്ച് അനുഭവങ്ങളും അറിവും എന്നിങ്ങനെ രണ്ട്. ശാന്തമായി ഞാൻ പറഞ്ഞോട്ടെ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനെ ഇവിടെ ശാന്തതയൊന്നും കാണത്തില്ല. എൻ്റെ സെക്ഷൻ മാത്രമല്ല, ഒരു 10-17 കഴിയുമ്പോഴത്തേനെ ദൈവദാസന്മാർ ശാന്തമായി പ്രസംഗിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ തുടക്ക സമയങ്ങൾ, ഞാൻ ഒരു ബെന്തക്കോസ് ഫാമിലി ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ പപ്പ പാസ്റ്ററാണ്, എൻ്റെ മാമന്മാരെല്ലാം പാസ്റ്റർമാരാണ്. ബെന്തക്കോസിൻ്റെ 4-ാം തലമുറയാണ് ഞാൻ. അപ്പോൾ പണ്ട് ഈ ഉപവാസം ഇരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനൊക്കെ പറയും, 1-ാമത്തെ ദിവസം എന്താ ഈ 3 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ 1-ാമത്തെ ദിവസം എന്താ ഈ വെട്ടുന്ന, അല്ലെങ്കിൽ നിരപ്പ് പ്രാപിക്കുന്ന ദിവസമാണ്. 2-ാമത്തെ ദിവസം പ്രാപിക്കുന്ന ദിവസമാണ്. 3-ാമത്തെ ദിവസം അടുത്ത ദിവസങ്ങളിലേക്കുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണ്. അത് അവരുടെ ഒരു കൺസെപ്റ്റ് പറയുകയാണ്. അപ്പോൾ ഈ 7 ദിവസം, ആദ്യത്തെ 7 ദിവസം നല്ലതുപോലെ വചനം ഇങ്ങനെ ഇടിച്ച് കയറിയാൽ മാത്രമേ അടുത്ത ദിവസങ്ങളിൽ ഈ വചനത്തിൻ്റെ ശക്തി. ഇനി വരുന്ന ദൈവദാസന്മാരെല്ലാം പവർഫുൾ ദൈവദാസന്മാരാണ്. ഇന്നലെ എൻ്റെ സുഹൃത്ത് ഇവിടെ ശുശ്രൂഷിച്ചു. അടുത്ത ദിവസങ്ങളെല്ലാം ഇവിടെ അതിശക്തമായ ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. എന്നാൽ ആദ്യത്തെ ബേസ്, ഈ ആദ്യം വരുന്ന ദൈവദാസന്മാർ ഇടുന്ന ബേസ് ആയിരിക്കും, അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശാന്തമായ നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ അറിവുണ്ട്, അനുഭവങ്ങളുണ്ട്. നമ്മളെല്ലാവരും അറിവിനെയാണ് ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മലയാളി ബെന്തക്കോസ് കൂട്ടം, അല്ലെങ്കിൽ മലയാള ക്രൈസ്തവ കൂട്ടം എന്ന് പറയുന്നത് എവിടെയൊക്കെയോ എഴുതി വെച്ച ലോസിൻ്റെ പുറകിൽ, നിയമത്തിൻ്റെ പുറകിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. നിയമങ്ങളെല്ലാം നല്ലതാണ്, നല്ല ശീലങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ ഈ ശീലത്തിനകത്ത് എക്സ്പീരിയൻസ് കയറിയില്ലെങ്കിൽ, അതായത് ഞാൻ എല്ലാ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചു. ബൈബിളിൽ അങ്ങനെയുണ്ട്. ദിനം പ്രതി 3 നേരം ദാനിയേൽ പ്രാർത്ഥിച്ചു. ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ 3 നേരം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ 3 നേരം പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വീഴണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നീ 3 നേരം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഒരൊറ്റ പ്രാർത്ഥനയ്ക്കകത്ത് അന്തരീക്ഷം മാറുന്നുണ്ടെങ്കിൽ,
ഒരു മനുഷ്യൻ രണ്ടുപേര് വന്നിരുന്ന് പ്രാർത്ഥിക്കുക. രണ്ടുപേരിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേന് ഒരുത്തൻ പറഞ്ഞു, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ആയപ്രമാണം മുഴുവൻ പഠിക്കുന്നുണ്ട്, ഞാൻ ആയപ്രമാണം മുഴുവനും അഭ്യസിക്കുന്നുണ്ട്, ഞാൻ ആയപ്രമാണം മുഴുവനും അനുസരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ ഇവനേക്കാൾ ഭേദമുള്ളവനാണ്. ചുങ്കക്കാരൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഇവൻ എത്ര വാക്കുകൾ പറഞ്ഞ് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഞാൻ അനുസരിക്കുന്നുണ്ട്, ഇവൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വർഗം തുറക്കത്തില്ല. പക്ഷേ മറ്റവൻ ചുങ്കക്കാരൻ ഒറ്റ വാക്ക് പറഞ്ഞേ ഉള്ളൂ, സ്വർഗം അവൻ്റെ മുമ്പിൽ തുറന്നു. ഇന്ന് പകലിൽ അറിവിനകത്ത പ്രാർത്ഥനയല്ല, ഇന്ന് പകൽ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു സ്തോത്രം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിലരുടെ മേൽ ഒരു ഹെവി ഇംപാർട്ടേഷൻ, അങ്ങനെയുള്ള ചിലതിന്റെ മേൽ ദൈവിക തെരഞ്ഞെടുപ്പ് വീഴാൻ പോവുകയാണ്. അങ്ങനെയുള്ള ചിലതിന്റെ മേൽ ദൈവിക തെരഞ്ഞെടുപ്പ്. തൊടുന്നു. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥന തെരുവോരങ്ങളിൽ അതിന്റെ റിസൾട്ട് വെളിപ്പെടുത്താൻ പോവുകയാണ്. ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് ലോകം കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ കുടുംബക്കാർ കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർ കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് സഭ കാണുന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ പ്രാർത്ഥന തെരുവോരങ്ങളിൽ മുഴങ്ങി കേൾക്കണ്ട. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി റാണി പട്ടണത്തെ വിഴുങ്ങുന്ന കാലഘട്ടം. ഇത് നിന്റെ കാലഘട്ടമാണ്, ഇത് പ്രാർത്ഥിക്കുന്ന നിന്റെ കാലഘട്ടമാണ്, ഇത് ആരാധിക്കുന്ന നിന്റെ കാലഘട്ടമാണ്, ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന നിന്റെ കാലഘട്ടമാണ്. സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചു, നന്നായി പ്രതികരിച്ചു തുടങ്ങുക. ഇത് നിനക്ക് വേണ്ടിയുള്ള കാലഘട്ടമാണ്. എനിക്ക് അറിവും വേണം, എനിക്ക് എക്സ്പീരിയൻസും വേണം. ഞാനത് പുതിയ നിയമ ഭാഷയിൽ പറയാം. എനിക്ക് വചനവും വേണം, എനിക്ക് ശക്തിയും വേണം. എനിക്ക് വചനവും വേണം, എനിക്ക് ശക്തിയും വേണം. ഇവിടെ പറഞ്ഞുണ്ടോ, ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു രാത്രിയിൽ ഒരു ടീമിൻ്റെ മീറ്റിങ്ങിന് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര പവർഫുള്ളാണ്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ 2 ലേഖനങ്ങൾ പ്രധാനമായി എന്നെ സ്വാധീനിച്ചു. ഒന്ന് കൊരിന്ത്യർ ലേഖനമാണ്, 2 ഈ എഫെസ്യ ലേഖനമാണ്. ഈ 1 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് പൗലോസ് പറയുക, നീ തിരുവെഴുത്ത് അറിയണം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നിങ്ങൾ അറിയണം, നിങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് അറിയണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ 1 കൊരിന്ത്യർ ലേഖനം വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനകത്ത് പൗലോസ് പറയുകയാണ്, തിരുവെഴുത്തുകളെ കുറിച്ച് നിങ്ങൾ അറിയണം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ എന്നെ സ്വാധീനിച്ച 2ാമത്തെ ലേഖനമാണ് എഫെസ്യ ലേഖനം. എഫെസ്യ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദൈവശക്തി അനുഭവിക്കണം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ അറിയണം. ഒടുവിലും കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ ഓരോന്ന് മാറി 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 വായിച്ചാൽ
അതിനകത്തെല്ലാം പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെക്കുറിച്ച് പൗലോസ് വ്യക്തമായി പഠിപ്പിച്ചിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഉണ്ടാകണം. അതായത് ഒരു ലേഖനത്തിൽ പൗലോസ് പറയുക വചനം വേണം, മറ്റൊരു ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് ശക്തി വേണം. വചനവും ശക്തിയും. പൗലോസെ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞ? പൗലോസ് പറഞ്ഞു, എടാ ഒരു ആത്മീകന്റെ രണ്ട് ചിറകാണിത്, വചനവും ശക്തിയും. വചനവും ശക്തിയും എവിടെ ഒരുപോലെ വെളിപ്പെടുന്നുണ്ടോ അവിടെയാണ് യഥാർത്ഥ റിവൈവൽ നടക്കുന്നത്. നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല. നിനക്ക് വചനം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിവൈവൽ വേണ്ടെന്നാണ്. നിനക്ക് ശക്തി വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്ക് റിവൈവൽ വേണ്ടെന്നാണ്. എന്നാൽ വചനവും ശക്തിയും ഒരുപോലെ ഏത് സഭയിൽ വെളിപ്പെടുന്നുണ്ടോ അവിടെ റിവൈവലിന്റെ പോർട്ടൽ. എനിക്കറിയാം ഈ ചർച്ചിനകത്ത് കർത്താവിന്റെ വചനം, കർത്താവിന്റെ ശക്തി ഒരുപോലെ വെളിപ്പെടാൻ പോവുകയാണ്. രണ്ട് വിങ്സ്, രണ്ട് ചിറക് ഞാൻ കാണുന്നു ഈ ചർച്ചിനകത്ത്. രണ്ട് ചിറകുകൾ, വചനത്തിന്റെയും ശക്തിയുടെയും യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ, യഥാർത്ഥ വെളിപ്പെടുത്തലുകൾ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ എല്ലാവരും പറയുന്ന സഭയെ ഉറപ്പിച്ചു എന്നാണ്. പക്ഷെ ബൈബിളിൽ പറയുന്നു, ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഭാഷ ഇങ്ങനെയാണ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചു. അതായത് കർത്താവ്, അതായത് അതിൻ്റെ അർത്ഥം, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്താ ഇതിൻ്റെ അർത്ഥം? കർത്താവ് പറഞ്ഞു, നീ യേശു സൗഖ്യമാക്കുന്നു. ഇതിനൊത്തിരി തിയോളജിയൊക്കെ പറയുന്നുണ്ടാകാം, പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, നീ യേശു സൗഖ്യമാക്കുന്നുവെന്ന് നീ വചനത്തിലൂടെ തെളിയിക്കുമ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞാൻ അതിനെ ഉറപ്പിക്കും. അതായത് നീ വചനം കൊണ്ട് എന്നെ പ്രസിദ്ധമാക്കുമ്പോൾ അത്ഭുതങ്ങളാൽ ഞാൻ ശക്തിയെ പ്രദർശിപ്പിക്കും. ഇന്ന് രാവിലെ ആരുണ്ട് ഇതിനകത്ത്? നിന്റെ ദേശത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ മിനിസ്ട്രിക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ടു വരുന്ന സീസൺ. സ്വീകരിക്കാൻ കഴിയുന്നവർ നല്ലതുപോലെ കരമടിച്ചു സ്വീകരിച്ചു. ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നവരുടെ മേൽ അങ്ങനെ ഒരു ഇമ്പാർട്ടേഷനെ പരിശുദ്ധാത്മാവ് വയ്ക്കാൻ പോവുകയാണ്. വചനം സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ ഇവിടെ ഉണ്ടോ? ശക്തിയെ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടോ? സ്വീകരിക്കുക. നിന്റെ മേൽ അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ സ്വീകരിക്കുക. ദൈവദാസന്മാർ, എനിക്ക് കാലഘട്ടത്തിന്റെ വചന ശുശ്രൂഷകനാകണം, എനിക്ക് കാലഘട്ടത്തിന്റെ പ്രവാചകനാകണം, എനിക്ക് കാലഘട്ടത്തിന്റെ പ്രവാചകിയാകണം, എനിക്ക് കാലഘട്ടത്തിന്റെ ഉത്തരമായി മാറണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ മേലിൽ അങ്ങനത്തെ ഒരു പകർച്ച. ഇനി നിങ്ങൾ സ്വീകരിച്ചോണ്ട് ഇതിനകത്തുനിന്ന് പോകാവൂ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലെ പകലിൽ ചിലരെ ഞാൻ തെരഞ്ഞെടുക്കുന്ന പകലാണ്. കഴിവ് നോക്കിയല്ല, മിടുക്ക് നോക്കിയല്ല, ബാങ്ക് ബാലൻസ് നോക്കിയല്ല, നിറം നോക്കിയല്ല, കുലം നോക്കിയല്ല. ഞാൻ നിന്നെ തെരഞ്ഞെടുക്കാം, ഞാൻ നിന്നെ തെരഞ്ഞെടുക്കാം. ഓ ഇത് ഞാൻ പറയുമ്പോ എന്നിൽ നിന്ന് അധികാരം കൈമാറുന്നത് ഞാൻ കാണുന്നു. എനിക്കറിയാം ഇത് ഞാൻ പറയുമ്പോൾ എന്നിൽ നിന്നൊരു ഭയങ്കര ശക്തി പുറപ്പെടുന്നത് ഞാൻ അറിയുകയാണ്. എനിക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ശക്തി ഈ കൈപറ്റിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നിന്നെ അധികാരം ചെയ്യും, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ആരതിനെ തടുക്കും?
ആരതിനെ എതിർത്ത് നിൽക്കും? ഇവിടുത്തെ മന്ത്രവാദികൾക്കോ, ഇവിടുത്തെ നിയമങ്ങൾക്കോ, ഇവിടുത്തെ യാതൊരുവിധ സിസ്റ്റത്തിനും തകർക്കാൻ കഴിയാത്തതുപോലെ ഞാൻ നിന്നെ അധികാരം ചെയ്യും. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. പ്രതികരിക്ക. ഇത് പകർച്ചയുടെ ദിവസമാണ്. ഇത് പകർച്ചയുടെ ദിവസമാണ്. ഇത് നിന്റെ പകർച്ചയുടെ ദിവസമാണ്. നിന്റെ മേലിൽ ദൈവം എന്തോ വലിയതൊന്ന് പകരാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഞാൻ വചനത്തിലേക്ക് എത്തിയില്ല ഇതുവരെ. നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? മഴയല്ലേ, കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല, വീട്ടിലാരും ഇല്ല ഇന്ന്. പ്രീസറോ, ഈ മീറ്റിങ്ങിന് വരാൻ യാതൊരു സാഹചര്യം എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ സ്വന്തം മാമൻ്റെ ഫാദറിനല്ലോ ഇന്നലെ മരണപ്പെട്ടു. മാസങ്ങൾക്ക് മുമ്പേ കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറ്റാത്തത്. ഹല്ലേലൂയ. എൻ്റെ കുടുംബം മുഴുവൻ അവിടെയാണ്. ഇതിൻ്റെ ഭവിഷ്യത്ത് എനിക്ക് ഇവിടെ വന്നതിൻ്റെ ഭവിഷ്യത്ത് കുടുംബത്തിൽ ഞാൻ അറിയും. എങ്കിലും കുഴപ്പമില്ല, കർത്താവാണ് എന്നെ അയച്ചത്. ഞാൻ കർത്താവിനോട് ചോദിച്ച ഞാൻ 8ാം ക്ലാസ് മുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. 2017 എനിക്കൊരു എൻ്റെ മിനിസ്ട്രിയിലൊരു ചെറിയ ബ്രേക്ക് ഉണ്ടായി. അതിനുശേഷം 2019 സമയത്ത് വീണ്ടും കർത്താവ് ഒരു റീസ്റ്റാർട്ടിങ് പരിശുദ്ധാത്മാവ് തന്നു. 2023 വരെ ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബോബൻ പാസ്റ്ററൊക്കെ ആ സമയങ്ങളിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. 2023 കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കും, ആരത് എതിർക്കും? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ത്വക്കിനകത്ത് ചെറിയൊരു ജീവൻ്റെ ഒരു തുടിപ്പ് ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നോളാം. 2023 കാരണം എനിക്ക് റെസ്റ്റ് ഇല്ലാതെ മീറ്റിംഗ് വരണം. ഞാൻ ഈ മീറ്റിങ്ങിനൊന്നും ആഗ്രഹിച്ച ആളല്ല. എന്നെക്കുറിച്ച് നല്ലപോലെ അറിയുന്നവരാണ് ഈ ഇന്നലെ ദൈവദാസന്മാരൊക്കെ, ബോബൻ പാസ്റ്ററൊക്കെ അറിയാം. ഞാൻ മീറ്റിംഗ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ വേദികൾക്ക് വേണ്ടി ഇന്നേ വരെ ആരുടെടുത്തും ചോദിച്ചിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളോടല്ലാതെ ഞാൻ മീറ്റിങ്ങിന് വേണ്ടി ആരെയും കണക്ട് ചെയ്യുന്ന ആളല്ല. ഒരു ബെൽറ്റ്, കേരളത്തിലെ ഒരു ബെൽറ്റിനകത്തും എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഇനിയും കാണാൻ പറ്റില്ല. കാരണം കർത്താവ് അയക്കാതെ ഒരു വേദിയും എനിക്ക് വേണ്ട. എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ശരീരത്തിൽ ഒരു തുടിപ്പിൻ്റെ, ജീവൻ്റെ ഒരു തുടിപ്പ് ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. സോ ഇവിടെ വരുന്നത് ദൈവത്തിൻ്റെ നിയോഗത്തോടു കൂടി മാത്രമാണ്. എനിക്ക് ഇപ്പോഴുറപ്പായി കർത്താവ് ചിലരെ തൊടാൻ പോവാണ്. തലേ കൈവച്ചൊരു ദൂത് കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. ഇന്ന് ചാടി പിടിച്ചോണം ഈ അന്തരീക്ഷത്തെ. നിങ്ങളുടെ ചർച്ചിനകത്തൊരു ക്ലൈമറ്റ് ഉണ്ട്. ഈ സഭയ്ക്കകത്തൊരു ക്ലൈമറ്റ് ഉണ്ട്. ഇവിടെ ആര് വന്നാലും നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ശുശ്രൂഷിക്കത്തുള്ളൂ. അവരുടെ പേര് വളരാൻ, അവരുടെ പ്രശസ്തി വളരാൻ അവർ നോക്കും, പക്ഷേ നടക്കുകയില്ല. കാരണം നിങ്ങൾ തുറന്നിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം, അതിലേക്കാണ് ഞാൻ വരുന്നത്. അനുഭവങ്ങളും അറിവും. അബ്രാഹാം എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്രാഹാം എന്ന് പറയുന്ന മനുഷ്യൻ 12-ാമത്തെ അധ്യായത്തിലാണ് കർത്താവ് അബ്രാമിനെ തെരഞ്ഞെടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ഒരു ആരംഭങ്ങളുടെ പുസ്തകമെന്നാണ്
തിയോളജിയൻസ് ഇതിനെ വിളിക്കുന്നത് ആരംഭങ്ങളുടെ പുസ്തകം. പ്രപഞ്ചത്തിൻ്റെ ആരംഭം, വെളിച്ചത്തിൻ്റെ ആരംഭം, മനുഷ്യൻ്റെ ആരംഭം, സസ്യ ജന്തുജാലങ്ങളുടെ ആരംഭം, കുടുംബത്തിൻ്റെ ആരംഭം, വിവാഹത്തിൻ്റെ ആരംഭം, മരണത്തിൻ്റെ ആരംഭം, പാപത്തിൻ്റെ ആരംഭം, വിയർപ്പിൻ്റെ ആരംഭം, ഹല്ലേലൂയ, അധ്വാനത്തിൻ്റെ ആരംഭം അല്ലേ. 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു ജനതയുടെ ആരംഭം കാണാൻ പോവുകയാണ്. 12-ാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അവൻ്റെ പേര് അബ്രാം എന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ കൂടെയുള്ള ഒരു ദൈവദാസൻ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച സമയത്ത് എനിക്ക് ലഭിച്ച ഒരു മെസ്സേജാണിത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ദൈവദാസൻ ചോദിച്ചു, എടാ കർത്താവ് ഭയങ്കര മുഖപക്ഷമുള്ള ദൈവമാണ് അല്ലേ? കർത്താവിന് ഭയങ്കര മുഖപക്ഷമാണ്. കാരണം ഈ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം തൊട്ട് തുടങ്ങിയ ഈ ഇസ്രായേലിനെ കെയർ ചെയ്യുന്ന പരിപാടി വെളിപ്പാട് പുസ്തകം വരെ നീണ്ടു നിൽക്കുകയാണ്. അനാദി നിത്യത കാലം മുതൽ ഇനിയുള്ള നിത്യത വരെ ദൈവം ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇവരെത്ര കുരുത്തക്കേട് കാണിച്ചാലും, ദൈവത്തെ മറുതലിച്ച് പോയാലും ദൈവം അവർക്ക് ഒരു സ്പെഷ്യൽ കരുണ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും കർത്താവ് ഒരു ശേഷിപ്പ് അവരുടെ ഇടയിൽ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒരു കാലം വരുന്നുണ്ട് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയുന്നുണ്ട്? അപ്പോൾ ഇസ്രായേലിനോട് ഒരു പ്രത്യേക കരുണ ദൈവം കാണിക്കുന്നുണ്ട്. റോമാലേഖനം 1, 2, 3 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവരോടൊരു പ്രത്യേക കരുണ. ഇദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ നീ എത്ര കിടന്ന് പ്രാർത്ഥിച്ചാലും, നീ എത്ര കിടന്ന് പ്രസംഗിച്ചാലും, ഒരു ഇസ്രായേൽ നിന്റെ മുൻപിൽ വന്നു നിന്നാൽ ദൈവം അവന് വേണ്ടിയേ കരുണ കാണിക്കത്തുള്ളൂ. അയ്യോ, നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ നെഗറ്റീവ് അല്ലേ പറഞ്ഞു? ഹല്ലേലൂയ. കാരണം അവരോടൊരു പ്രത്യേക കരുണയുണ്ട്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരോടൊരു പ്രത്യേക കരുണയുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. നിനക്ക് മുഖപക്ഷം ഇല്ല എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ട് ബൈബിളിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ദൈവത്തിൻ്റെ മുഖപക്ഷം. ദൈവം എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായമാണ് കർത്താവ് എന്നെ വെളിപ്പെടുത്തിയത്. എടാ ലോകം മുഴുവൻ കാറ്റിനെയും മരത്തെയും കല്ലിനെയും ഈ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഉമനീരിനെ പോലും ദൈവമാണെന്ന് പറഞ്ഞ് സേവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ശബ്ദം ഒരുവൻ കേട്ടു, അബ്രാമേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അന്ന് ജാതിയില്ല, അന്ന് കുലമില്ല, അന്ന് ഇസ്രായേലില്ല, അന്ന് യഹൂദനില്ല, അന്ന് 12 ഗോത്രമില്ല. ആ കാലഘട്ടത്തിൽ ദൈവം ഒരുത്തനെ വിളിച്ചു, അബ്രാമേ. ഈ വിളി പലർക്കും പോയിട്ടുണ്ടായിരിക്കും, പല പേരിൽ. പക്ഷെ അവർക്കാർക്കും ഇതിനോട് പ്രതികരിക്കാൻ പറ്റിയില്ല. പ്രതികരിച്ച ഒറ്റ ഒരുത്തൻ, അവന്റെ പേരാണ് അബ്രാം. കമോൺ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 12-ാമത്തെ അധ്യായത്തിൽ ഒരുത്തൻ ദൈവത്തിൻ്റെ വിളി കേട്ടു, അത് ആമേൻ പറഞ്ഞു എന്ന് മാത്രമല്ല, അവൻ ആ വിളിക്കൊത്തവണ്ണം മൂവ് ചെയ്തു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ അവൻ ഒന്നും നോക്കാതെ അവൻ പണിതിരുന്ന അവന്റെ വിഗ്രഹങ്ങളെല്ലാം ഉടച്ചു കളഞ്ഞിട്ട് അവനും അവന്റെ കുടുംബവുമായി യാത്ര ചെയ്യുകയാണ്. ചോദ്യം, അബ്രാമേ നീ എന്തെങ്കിലും കണ്ടോ? അബ്രാം പറയും, ഞാനൊന്നും കണ്ടില്ല. അബ്രാമേ നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല. നീ എവിടേക്കാണ് പോകുന്നത്? അറിയത്തില്ല. നിന്നോട് ആരാ സംസാരിച്ചേ? അറിയത്തില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ പോകുന്നത്? എന്നോട് ഒരുവൻ സംസാരിച്ചു, ഞാനൊരു ശബ്ദം കേട്ടു. ഓ, എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ മുഖപക്ഷം കാണിക്കുന്നതിന്റെ കാരണം ലോകം മുഴുവനും എനിക്ക് എതിരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സ്നേഹിതനെ കിട്ടി. അവന്റെ പേരാണ് അബ്രാം. ദൈവശബ്ദത്തിന് വേണ്ടി നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, റാന്നി പട്ടണത്തിൽ വില കൊടുത്ത് നീ നിൽക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് പ്രതിഫലം കിട്ടുന്നത് നിന്റെ ആയുസ്സിൽ മാത്രമല്ല, നിന്റെ തലമുറകളെ പോലും തൊടുന്ന പ്രതിഫലത്തെ.
ഇത് കുഞ്ഞുകളിയല്ല, ഇത് കുഞ്ഞുകളിയല്ല, ഇത് കുഞ്ഞുകളിയല്ല. വെറുതെ വന്നിരുന്ന് സ്തോത്രം പറയല്ല, വെറുതെ വന്നിരുന്ന് ആരാധിക്കല്ല. ദൈവ ശബ്ദത്തിന് നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ തലമുറകൾ നീയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു ജനതയ്ക്ക്, ഒരു ഗോത്രത്തിന്, ഒരു രാജ്യത്തിന് എന്റെ ദൈവം ശാശ്വതമായിരിക്കും. ദൈവം ഇസ്രായേലിനോട് കാണിക്കുന്ന കരുണ, ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 ഗോത്രത്തോടുള്ള ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റ് അല്ല, ഇസഹാക്കിനോടുള്ള ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റ് അല്ല, യാക്കോബിനോടുള്ള ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റ് അല്ല, മോശയോടുള്ള ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റ് അല്ല. ദൈവത്തിന് കമ്മിറ്റ്മെന്റ് ഉള്ളത് എന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയ അബ്രഹാമിനോടാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകലിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? വലിയ കുലങ്ങളെ വിട്ട്, വലിയ വീടുകളെ വിട്ട്, വലിയ മേൽവിലാസങ്ങളെ വിട്ട്, വലിയ തൊഴിലുകളെ വിട്ടിട്ട്, വലിയ വിദ്യാഭ്യാസത്തെ വിട്ടിട്ട്, വലിയ സാധ്യതകളെ വിട്ടിട്ട് എന്റെ കർത്താവിന്റെ പുറകെ ഇറങ്ങിയ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് കൈമാറുകയാണ്. കർത്താവ് തൊടുവാണ്. ആരൊക്കെ പറഞ്ഞു കർത്താവേ ഞാൻ വന്നത് വെറുതെയായി പോയി? ആരൊക്കെ പറയുന്നു ഞാൻ വന്നത് വെറുതെയാണ്? എന്റെ കുടുംബക്കാരനെ ഉപേക്ഷിച്ചു, എന്റെ മേൽവിലാസം അവരുടെ വീട്ടിൽ നിന്ന് ഇല്ലാതാക്കി, ഞാൻ വന്നത് വെറുതെയാണ്. നോ, നീ വന്നത് വെറുതെ അല്ല. നീ ചിലതൊക്കെ വിട്ട് ഇറങ്ങി വന്നില്ലേ? നീ ചില സാധ്യതകളെയൊക്കെ വിട്ട് ഇറങ്ങി വന്നില്ലേ? നീ വന്നത് വെറുതെയല്ല. ഓ, നിന്നെ കർത്താവ് കൊണ്ടുവന്നതാണ്. നിന്റെ തലമുറകളെ തൊടുന്ന ഒരു ദൈവത്തിന്റെ കരുണ, നിന്റെ തലമുറകളെ പോലും തൊടുന്ന ഒരു ദൈവത്തിന്റെ കരുണ. സ്വീകരിക്കുക പ്രിയമുള്ളവരെ, സ്വീകരിക്കുക. അതിനൊരു ആമേൻ പറഞ്ഞ പ്രിയമുള്ളവരെ, ഞാൻ ആരാധിച്ചാൽ എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറയോളം അവൻ എനിക്ക് ശാശ്വതമായിരിക്കാം. എനിക്ക് ഉറപ്പാ ഇന്ന് കർത്താവ് ഇതിനെ ചിലരെ തൊടുകയാണ്. കർത്താവ് ഭയങ്കര ആഴമായി ചിലരോട് സംസാരിക്കുന്നുണ്ട്. ഈ ദൈവദാസൻ ഇവിടെ നിൽക്കുന്നത് വെറുതെ അല്ല, വില കൊടുത്താ നിൽക്കുന്നത്. വില കൊടുത്ത നിങ്ങൾക്കറിയത്തില്ല. ഇവിടെ എത്ര പേര് ചർച്ചിൻ്റെ മെമ്പറായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ദൈവദാസനും ദൈവദാസിയും ഒക്കെ വന്ന് ഇവിടെ നിൽക്കുന്നത് വെറുതെ അല്ല, വില കൊടുത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രെയർ കോൺഫറൻസിന് പോയി ശുശ്രൂഷിക്കുകയാണ്. അവിടെ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു മർമ്മം ഭയങ്കര. ഒരു ദൈവദാസനെ കർത്താവ് കൊണ്ടുവന്ന് ഒരു ദേശത്തിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ദൈവദാസൻ്റെ ഒരു കൈവപ്പ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നങ്ങളുണ്ടോ? അല്ലേ? എല്ലാ വിശ്വാസികളും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് പ്രശ്നമില്ലാതെ ഇങ്ങനെ നടക്കാൻ അല്ല. ഒരു പ്രശ്നം നിങ്ങളെ തൊടണമെങ്കിൽ ആദ്യം അതിൻ്റെ ഫൈറ്റിങ് വരുന്നത് നിങ്ങളുടെ ലീഡറിൻ്റെ മുകളിലായിരിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. പക്ഷേ പറഞ്ഞോട്ടെ. എടാ, അതിന് പ്രത്യേക ഒരു ഉദാഹരണം യേശു തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു. കാറ്റും കടലും ഇങ്ങനെ പടങ്ങിനെയോ ഇങ്ങനെ തകർക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ
യേശു എവിടെ നിൽക്കണേ? അമരത്ത് തല ചായ്ച്ചുറങ്ങുക. ഈ പടങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം തകരുന്നത് യേശു കിടക്കുന്ന ഭാഗമായിരിക്കും. ഇത് തന്നെയാണ് ഒരു ഇടയ ശുശ്രൂഷയുടെ ഭാഗവും. ആമേൻ. ഒരു ഇടയൻ്റെ മേളിലായിരിക്കും ആദ്യത്തെ ഫൈറ്റ് വരുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു അഭിഷേകം ഉള്ളത് കൊണ്ടാണ് തകരാത്ത. വില കൊടുത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ഹോണർ ചെയ്തോണം കേട്ടോ. ഞാൻ പറയാൻ വന്നത്, ദൈവദാസൻ, ഈ റാന്നിയിൽ നിങ്ങൾ ഇത്രയും ഫൈറ്റിങ്സിൻ്റെ ഇടയിൽ നിങ്ങളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളോളം ദൈവം ശാശ്വതമായിട്ടിരിക്കും. നിങ്ങളെ ഇവിടെ നിന്ന് പറിച്ചു നടാൻ ഇവിടെ ആരൊക്കെ ശ്രമിച്ചാലും, ആത്മീക നേതാക്കന്മാർ നിങ്ങളെ ചവിട്ടി മെതിച്ചാലും, നിങ്ങൾ മെതിയാൻ വേണ്ടി ദൈവം വിട്ടുകൊടുക്കത്തില്ല. നീ ചിലതിനെ മെതിച്ച് കയറുന്ന രീതിയിൽ ദൈവദാസനെ, നിങ്ങളുടെ മേലിൽ ഒരു ഫേവർ, ഒരു കരുണ, ദൈവത്തിന്റെ കരുണ ഇവിടെ തുറക്കപ്പെടുകയാണ്. ഓ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയമുള്ളവരെ, ഒരു ദേശത്ത് ദൈവം ഒരുത്തനെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ പ്രധാനപ്പെട്ട ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ആമേൻ വെറുതെ ദൈവം ആരുടെ മേലിലും വിടത്തില്ല. 12-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാമിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് തെറ്റുപറ്റിയതാണെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ആമേൻ. ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. ദൈവത്തിനറിയാം അബ്രാം എൻ്റെ സ്നേഹിതനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ യോഹന്നാന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. ഈ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഭയങ്കര രസകരമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, ഭയങ്കര രസകരമാണ്. പേരെന്തുവാ എന്ന് ചോദിച്ചാൽ മോശ. വിക്കി മോശ എന്ന് പറയുന്ന ഒരു മോശയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 80 വയസ്സുള്ളൊരു മോശ. പക്ഷെ ഇവൻ്റെ ഇന്നലകളിലേക്ക് നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ, ഒന്ന് ചെന്ന് നോക്കിക്കേ. ഇവന് 40 വയസ്സുള്ള സമയത്ത് ഇവന് വിക്കില്ലെന്ന് മാത്രമല്ല, ഇവൻ നിൽക്കുന്നത് രാജകൊട്ടാരത്തിനകത്താ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇവൻ കിടക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. ഇവൻ്റെ വാസം രാജകൊട്ടാരത്തിനകത്താ. ഇവൻ മിസ്രൈമിൻ്റെ സകല അഭ്യാസങ്ങളും അറിഞ്ഞവനാ. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ആമേൻ. രാജാവിൻ്റെ ചെറുമകനെ പോലെ ജീവിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അവൻ്റെ മേൽ വീണില്ല. കമോ, ദൈവത്തിന് വേണ്ടത് നിന്റെ കഴിവല്ല. ദൈവത്തിന് വേണ്ടത് ആമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുവനാണ്. ദൈവം തെരഞ്ഞെടുത്തത് ഒന്നിനും കൊള്ളാത്ത, വൃദ്ധനായിരിക്കുന്ന, ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്ന, താഴ്വരയിൽ മാത്രം. ഈ മോശയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന മോശ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ലൈഫ് മൊത്തം തകർന്നിരിക്കുക. ഒട്ടും പ്രതീക്ഷയില്ല. ബോംബാസ്റ്ററെ, നിങ്ങളുടെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്ത് ചില ആമേൻ പർവ്വതങ്ങൾ നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വരും. അത് നമ്മുടെ നിയോഗത്തിലേക്ക് എത്തിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊരു പർവ്വതം കണ്ടു, നിങ്ങളുടെ മിനിസ്ട്രി ആരംഭിച്ചു എന്നാണ്. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുന്നു, സ്റ്റിൽ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. ഒരു അടുത്തൊരു എൻകൗണ്ടർ നിങ്ങളെ ദൈവാത്മാവ് തരാൻ പോവുകയാണ്. ഒരു നെക്സ്റ്റ് ആമേൻ ലെവലിലേക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്ത് എറിയാൻ പോവുകയാണ്. ഇന്ന് കാണുന്ന ഈ ശുശ്രൂഷയുടെ അളവല്ല,
നിങ്ങളെ കർത്താവ് അടുത്തൊരു മേജർ ഷിഫ്റ്റിംഗിലേക്ക് കർത്താവ് എടുക്കും. നിങ്ങളെ ഞാൻ കേരളത്തിൽ കാണുന്നില്ല, നിങ്ങളെ ഞാൻ ഇന്ത്യയിലും കാണുന്നില്ല. നിങ്ങൾ കേരളത്തിൽ വിസിറ്റർ ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ എൻകൗണ്ടറിന്റെ സമയം അടുത്തു വന്നിരിക്കുന്നു. ഓ, കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവൻ ഈ താഴ്വരയിൽ ഇങ്ങനെ അമ്മായിപ്പന്റെ ആടുകൾ മേയിച്ചുകൊണ്ട് പോകുമ്പോൾ, ഇങ്ങനെ മേയിച്ച് ഇടയനായി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവന്റെ മനസ്സിലൊരു ചോദ്യം: കർത്താവേ, കർത്താവേ, നീ എന്നെ തെരഞ്ഞെടുത്തു എന്ന് അമ്മയുടെ വാക്ക് മുഖാന്തരം ഞാൻ അറിഞ്ഞതാ. സ്വന്തം അമ്മ അവനോട് പറയുക, നീ ഈ കൊട്ടാരത്തിലുള്ളതല്ല, നീ രക്ഷകനാണ്, നീ ഇസ്രായേലിന്റെ രക്ഷകനാണ്, നീ ഈ കൊട്ടാരത്തിന്റെ അവകാശി അല്ല എന്ന് സ്വന്തം അമ്മ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു വെളിച്ചം വീണു. ഞാൻ ഈ മിസ്രൈമിന്റെ അവകാശി അല്ലെന്ന് മനസ്സിലായി, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ അതിലേക്ക് എത്താൻ അവൻ ഇതുവരെ കഴിഞ്ഞില്ല. താഴ്വരയിൽ അവൻ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ ചിന്ത എന്താ കർത്താവ്, എൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയോ? എന്താ കർത്താവെ, എന്നോടുള്ള പദ്ധതി തെറ്റായിപ്പോയോ? എന്താ കർത്താവ്, എന്നെ നീ തെരഞ്ഞെടുത്തില്ലേ? എന്താ കർത്താവെ, എനിക്ക് ഇനി ഇസ്രായേലിന്റെ രക്ഷകനാകാൻ കഴിയത്തില്ലേ? അവൻ ആ താഴ്വരയിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിനെ മേയിച്ചു കൊണ്ടുപോയപ്പോൾ ഒരു ദിവസം ആ താഴ്വരയെ അവൻ മറികടന്നു. ഒരു ദിവസം അവൻ ആ താഴ്വരയെ ക്രോസ് ഓവർ ചെയ്തു. ഒരു ദിവസം അവൻ താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേലിലുള്ള വാഗ്ദത്തം ശരിയാ, നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നൊരു ശരിയാ. പക്ഷേ നീ താഴ്വരയിൽ നിന്നും പർവ്വതത്തിലേക്കൊന്ന് കയറി പോണം. നിന്റെ മേൽ ദൈവം തെരഞ്ഞെടുത്തു. ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ചില സമയത്ത് നമ്മളിൽ വെളിപ്പെടുത്തില്ല. ദൈവത്തിന് ആഗ്രഹമല്ല വേണ്ടത്, ദൈവത്തിന്റെ ക്ലൈമറ്റിലേക്ക് നീ എത്തണം. ഓ, മനസ്സിലായില്ല? ഏദൻ തോട്ടത്തിന് വെളിയിൽ നിന്നിട്ട് ആദാം പറയുക, എനിക്ക് ഏദൻ തോട്ടത്തിൽ തിരിച്ചു കയറണം. ആഗ്രഹം ഉണ്ടായ പറ്റത്തില്ല. ഏദൻ തോട്ടത്തിന്റെ ക്ലൈമറ്റിലേക്ക് നിന്റെ ലൈഫ് മാറണം. ഇവിടെ ഭയങ്കര എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണോ? വചനത്തിന്റെ അസാധാരണമായ ആഴങ്ങൾ പരിശുദ്ധാത്മ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടിത്തി വീഴുന്ന പോലെ ചിലരുടെ ഹൃദയത്തിനകത്തേക്ക് വചനം കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹം ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ കഴിയത്തില്ല. ആഗ്രഹമല്ല ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന്റെ ക്ലൈമറ്റിനകത്തേക്ക് കയറാനുള്ള ഒരുക്കമാണ് ദൈവത്തിന് വേണ്ടത്. ഓ മോശേ, ഈ സ്ഥലം വിശുദ്ധമാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു പ്രാപ്തിയിലല്ല നീ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിന്റെ കാലിലെ ചെരുപ്പ് നീ ഊരിക്കളയുക. ഈ ക്ലൈമറ്റ് നീ അനുഭവിക്കണമെങ്കിൽ ഈ ക്ലൈമറ്റിനെ അനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ മാറ്റണം. ആ പ്രവാചകൻ എന്നോട് പ്രവചിച്ചു, പക്ഷെ ആ പ്രവചനം ഇതുവരെ നടന്നില്ല, അല്ലേ? ഇന്ന പ്രവാചകൻ എന്നോട് പ്രവചിച്ചു, പക്ഷെ ഇതുവരെ സംഭവിച്ചില്ല. അതുകൊണ്ട് പുള്ളി ഫേക്ക് പ്രൊഫസി എന്നോട് നടത്തിയത്.
നമ്മുടെ പല ചോദ്യങ്ങളായത്, അല്ലെങ്കിൽ നമ്മളുടെ പല അലിഗേഷൻസ് ആണിത്. ആ പ്രവാചകൻ എന്നോട് പ്രവചിച്ചു. എന്നെ തന്നെ പറയാം, ഫെയും പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, പക്ഷെ ഇതുവരെ നടന്നില്ല. ഫെയും പാസ്റ്റർ കള്ളത്തരോ പ്രവചിച്ചത്. കാരണം ഫെയും പാസ്റ്റർ പ്രവചിച്ചതല്ല വിഷയം, എബി പാസ്റ്റർ പ്രവചിച്ചതല്ല വിഷയം. പ്രവചിച്ച സമയത്ത് നീ നിന്റെ ക്ലൈമറ്റിൽ, ഒരുവനോട് ദൈവം ഒരു ദൂത് പറയണമെങ്കിൽ ആ ദൂത് പറയുന്ന ക്ലൈമറ്റ്, ഇപ്പം ഈ ദൈവദാസനോട് ഇപ്പോൾ നിൽക്കുന്ന തൻ്റെ സമർപ്പണവും തൻ്റെ ജീവിത സാഹചര്യമുണ്ട്. ഇതൊന്നും ഞാൻ തിയോളജി അല്ല പറയുന്നത് കേട്ടോ, ഞാൻ അനുഭവിച്ച എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വൽ ക്ലൈമറ്റ് ഉണ്ട്. ഈ ക്ലൈമറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. പക്ഷെ ഈ ക്ലൈമറ്റിൽ തന്നെ ഇദ്ദേഹം തുടർന്നാൽ ഈ ദൂതിന് വേഗത വർദ്ധിക്കും. പക്ഷെ ഈ ഡോർ തുറന്ന് ഇദ്ദേഹം വെളിയിൽ പോയാൽ ഇദ്ദേഹത്തിൻ്റെതാകുന്ന ക്ലൈമറ്റിൽ ഇദ്ദേഹം കയറിയിട്ട് ദൂതിന് വേണ്ടി കാത്തിരുന്ന് സമയം കളയുമല്ലാതെ ദൂത് നിന്റെ അടുക്കൽ വരത്തില്ല. ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞു ഇസ്രായേൽ ജയിക്കും, അതുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടാൻ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ശമൂവേലാട്ടോ. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നീ യുദ്ധത്തിന് പുറപ്പെട്ടോ, നീ ധൈര്യമായിട്ട് പുറപ്പെട്ടോ. ആമേൻ, നിങ്ങൾ എല്ലാവരും യുദ്ധം ചെയ്തോ, നിങ്ങൾ ജയിക്കും. പ്രവാചകന്റെ വാക്ക് കേട്ട് ഇസ്രായേൽ ജനം മുഴുവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ ആ യുദ്ധത്തിന് തോറ്റുപോയി. 4000-ഓളം പേർ മരിച്ചുപോയി. പ്രവചിച്ച പ്രവാചകന്റെ പ്രവചനത്തെ കുറ്റം പറഞ്ഞില്ല. തിരിച്ചു ചെന്ന് അവർ എന്താണ് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്നവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, പെട്ടകം വന്നിട്ടില്ല, പെട്ടകം യുദ്ധക്കളത്തിൽ വന്നിട്ടില്ല. പെട്ടകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പെട്ടകം എവിടെ ഉണ്ടോ അവിടെ സാന്നിധ്യമുണ്ട്. കമോൺ, പഴയ നിയമത്തിൽ പെട്ടകം എവിടെ കൊണ്ടോ, ഞാൻ പുതിയ നിയമത്തിലേക്ക് വരാം കേട്ടോ. ഞാൻ എപ്പോഴും ഈ പഴയ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ബോറടിക്കല്ലേ, ഞാൻ വരാം. ഈ പെട്ടകം എവിടെ ഉണ്ടോ അവിടെ സാന്നിധ്യമുണ്ട്. ഓ കമോൺ, വിശുദ്ധ സ്ഥലത്തിൽ നിയമപ്പെട്ടകം വെച്ചാൽ അവിടെ സാന്നിധ്യം ഇറങ്ങി വരും. അർത്ഥം പെട്ടകം എവിടെ ഉണ്ടോ അവിടെ സാന്നിധ്യമുണ്ട്. പെട്ടകം യുദ്ധക്കളത്തിൽ വന്നാൽ അവിടെ ദൈവം വന്നു എന്നതിന്റെ അർത്ഥം. ഇവർ തോറ്റതിന്റെ കാരണം ദൈവം വന്നിട്ടില്ല, പെട്ടകം വന്നിട്ടില്ല. ഇവരെല്ലാവരും കൂടെ ആഘോഷത്തോടെ പെട്ടകത്തെ കൊണ്ടുവന്ന് യുദ്ധക്കളത്തിൽ വെച്ചു. യുദ്ധക്കളത്തിൽ വെച്ചപ്പെടുത്താനെ ആമേൻ, അപ്പുറത്ത് നിന്ന് ശത്രു സൈന്യം നോക്കിയപ്പെടുത്താനെ ഇസ്രായേലിന്റെ പടക്കളത്തിൽ, ആ യുദ്ധക്കളത്തിൽ ഭയങ്കര ആവേശവും ആഹ്ലാദവും ഭയങ്കര ആമേൻ ആർപ്പ് വിളി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ശമൂവേലിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആ 4-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ഇവരെല്ലാവരുടെ ആർപ്പ് വിളിച്ചപ്പോൾ ഭൂമി വിറച്ചു എന്ന്. ഈ സാന്നിധ്യം വന്നാൽ ചിലതൊക്കെ വിറയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ മേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ മേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിന്റെ ശുശ്രൂഷയുടെ മേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ശത്രു സൈന്യം വിറയ്ക്കത്തക്കവണ്ണം ഇന്ന് പകലിൽ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യം. നീയല്ല യുദ്ധം ചെയ്യാൻ പോകുന്നത്, നിനക്ക് മുൻപേ എന്റെ സാന്നിധ്യം. നിനക്ക് മുൻപേ എന്റെ സാന്നിധ്യം. മറുപടി പറയുന്നത് ആരാ? നീയല്ല. മറുപടി പറയുന്നത് ആരാ? നിനക്ക് വേണ്ടി രാജാവല്ല. മറുപടി പറയുന്നത് ആരാ? നിനക്ക് വേണ്ടി മന്ത്രിമാരല്ല. മറുപടി പറയുന്നത് ആരാ? ഇവിടുത്തെ കൗൺസിൽ അല്ല. മറുപടി പറയുന്നത് ആരാ? ഇവിടുത്തെ വാർഡിലെ കൗൺസിൽ മെമ്പേഴ്സ് അല്ല. മറുപടി പറയുന്നത് നിന്റെ അകത്തുള്ള സാന്നിധ്യം. കള്ളക്കേസ് അല്ലേ? കള്ളക്കേസ്, നിനക്കെതിരെ കള്ളക്കേസ് പറഞ്ഞു അല്ലേ? നിനക്കെതിരെ കള്ള അപവാദം ഉണ്ടാക്കി അല്ലേ? നിന്റെ പേര് നാട്ടിൽ, ആമേൻ, നിന്റെ പേര് നാട്ടിൽ ഇല്ലാതാക്കി കളഞ്ഞു അല്ലേ? നിന്റെ മേൽവിലാസം
അവൻ നാട്ടിൽ നിന്ന് തുടച്ചു കളയണമെന്ന് വാദിക്കുന്നു അല്ലേ? നിനക്കെതിരെ ഭയങ്കര യുദ്ധം അല്ലേ? സാന്നിധ്യം, സാന്നിധ്യം, സാന്നിധ്യം. മറുപടി പറയുന്നത് സാന്നിധ്യം, മറുപടി പറയുന്നത് സാന്നിധ്യം, മറുപടി പറയുന്നത് സാന്നിധ്യം. നിന്റെ വിദ്യാഭ്യാസം തകർന്നു, നിന്റെ തലമുറയുടെ ഭാവി ഇല്ലാതായി, നിന്റെ തലമുറയെ ഇല്ലാതാക്കി, നിന്റെ കുടുംബജീവിതം തകർത്തു കളഞ്ഞു. ഭയങ്കര യുദ്ധമാ, ഭയങ്കര യുദ്ധമാ, ഭയങ്കര യുദ്ധമാ. നീ തോറ്റുപോയി, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ സാന്നിധ്യം വന്നാൽ, സാന്നിധ്യം വന്നാൽ, നീ ആ ക്ലൈമറ്റിനകത്തേക്ക് കയറിയാൽ, വിട്ടുകൊടുത്തോ, വിട്ടുകൊടുത്തോ. ഇന്ന് പകലിൽ ചിലരെ സാന്നിധ്യത്താൽ നിറയ്ക്കാൻ പോകുന്നു. എന്തിന്? നിന്നെ ഒരു അടയാളമാക്കി മാറ്റണം, നിന്നെ ഒരു അടയാളമാക്കി മാറ്റണം. ആ ആ ആ ആ തൊടുക, 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 തൊടുക. കർത്താവ് ചിലതിനെ തൊടുക. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കുടുംബക്കാരുടെ ഇടയിൽ നീ ഒരു വിമർശനത്തിന്റെ ട്രോൾ മെറ്റീരിയൽ ആയിരിക്കും. പക്ഷേ നിന്റെ മേലിലുള്ള അപവാദം, നിന്റെ മേലിലുള്ള കള്ളക്കേസ്, നിന്റെ മേലിലുള്ള നിയമപരമാകുന്ന യുദ്ധം ഞാൻ ഡീൽ ചെയ്യാൻ പോകുകയാണ്. കർത്താവ് പറയുകയാ, സാന്നിധ്യം ഡീൽ ചെയ്യാൻ പോകുന്നു. സാന്നിധ്യം ഡീൽ ചെയ്യാൻ പോകുന്നു. നിന്റെ യാത്രകൾ സാന്നിധ്യം ഡീൽ ചെയ്യാൻ പോവുകയാണ്. യാത്രയുടെ ആരംഭം സ്വീകരിക്കുക. സാന്നിധ്യം ഡീൽ ചെയ്യാൻ പോവാട്ടോ. സാന്നിധ്യം ഡീൽ ചെയ്യാൻ പോവാ. യുദ്ധക്കളത്തിൽ സാന്നിധ്യം വന്നു. അവരെല്ലാം ചിന്തിച്ചു ഇപ്പൊ ജയിക്കുമെന്ന്. നിങ്ങളും വിചാരിച്ച് ജയിക്കുമെന്ന്. സാന്നിധ്യം വന്നിട്ട് തോറ്റു കേട്ടോ. കാരണം സാന്നിധ്യം വന്ന ജയം ഉറപ്പാ. പക്ഷെ സാന്നിധ്യത്തിന്റെ കൂടെ ലൈഫും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ജയം ഉണ്ടാവുന്നത്. ഇത് പറയാൻ പല ദൈവദാസന്മാർക്കും പേടിയാണ്. ഇത് പറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ ഫിബിന് പേടിയില്ല. നിന്റെ ലൈഫും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഒരുമിച്ച് കണക്റ്റ് ആകുമ്പോഴാണ് ജയം ഉണ്ടാവുന്നത്. ജയം ഉണ്ടാവുന്നു, ജയം ഉണ്ടാവുന്നു. ഇവർ വീണ്ടും തോറ്റുപോയി കേട്ടോ. സാന്നിധ്യം ഉണ്ട്, തോറ്റുപോയി. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു എന്നല്ല, ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു എന്നല്ല, മറിച്ച് ആ ക്ലൈമറ്റിനകത്തേക്ക് ഈ യുദ്ധം ചെയ്യുന്നവർ കയറിയില്ല. ഇവരുടെ ഇടയിൽ ഇപ്പോഴും വിഗ്രഹങ്ങളുണ്ട്. ഇവരുടെ ഇടയിൽ ഇപ്പോഴും മറ്റ് അന്യഭാവങ്ങളുണ്ട്. അവരത് മനസ്സിലാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? യഹോവയുടെ ഒരു കാറ്റ് അവരുടെ മേൽ. ഇവർ യുദ്ധം ചെയ്തില്ല, പക്ഷെ ഇവർ ദൈവത്തോട് ക്ഷമാപണം നടത്തിയപ്പോൾ ആ വെളിപ്പെട്ട് നിൽക്കുന്ന സാന്നിധ്യത്തോട് ഇവരൊന്ന് ഇഴകി ചേർന്നപ്പോൾ
ദൈവത്തിന്റെ കാറ്റ് ശത്രു സൈന്യത്തെ ചിതറിച്ചു. സാന്നിധ്യവും നിന്റെ തീരുമാനങ്ങളും, സാന്നിധ്യവും നിന്റെ നിലപാടുകളും, സാന്നിധ്യവും നിന്റെ ജീവിതവും, സാന്നിധ്യവും നീ എന്ന വ്യക്തിത്വവും ഒരുമിച്ച് കണക്ട് ആവുമ്പോൾ അവിടെ ജയം. ഈ രണ്ടാമത്തെ ദിവസം ചിലരുടെ ലൈഫും ദൈവത്തിന്റെ സാന്നിധ്യവുമായിട്ട് കണക്ട് ആവാൻ പോവുകയാണ്. അങ്ങനെ കണക്ട് ആയാൽ ചിലർ ജയിക്കാൻ പോവുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. 12-ാമത്തെ അധ്യായത്തിൽ അബ്രാഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. 12, 13, 14 ഈ അധ്യായങ്ങളിൽ പല പ്രാവശ്യം ദൈവം അബ്രാമിന് ദൈവം പ്രത്യക്ഷനായി എന്ന് പല ആവർത്തി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? പ്രത്യക്ഷനായി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രത്യക്ഷനായി. അബ്രാമിന് പ്രത്യക്ഷനായി. എന്നാൽ ഈ ദൈവം അബ്രാഹാമിനെ തെരഞ്ഞെടുത്തപ്പോൾ അബ്രാമിന് 75 വയസ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ആ 75 വയസ്സ്. ഈ 75-ാമത്തെ വയസ്സിൽ അബ്രാമിന് ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. ഒരു തലമുറ, ഒരു അനന്തരാവകാശി. അബ്രാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കൊരു അവകാശി വേണം. എൻ്റെ അവകാശങ്ങളെല്ലാം എൻ്റെ ദാസനായിരിക്കുന്ന എലയാസറിന് പോകും. അതെനിക്ക് വലിയ താല്പര്യമില്ല. എനിക്കൊരു അവകാശി വേണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരാം. നിങ്ങൾ ഈ ബൈബിളിൽ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില ട്രാൻസ്ലേഷനുകളിൽ ഈ ബൈബിളിൽ ദൈവവും അബ്രാഹാമും സ്നേഹിതനായിരുന്നു എന്ന് ഒരാശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അബ്രാഹാമും സ്നേഹിതൻ. അതിന് ചില ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത്, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ആ പദം ഞാൻ പറയാം, ദൈവവും അബ്രാഹാമും തമ്മിൽ പ്രണയത്തിൽ അല്ലെങ്കിൽ ഈ പ്രാണബന്ധം, പ്രണയം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല, പ്രാണബന്ധത്തിലായിരുന്നു. ദൈവവും അബ്രാഹാമും പ്രാണബന്ധത്തിൽ. ഈ പ്രാണബന്ധം എന്ന് പറയുമ്പം അതിനെ സോൾട്ടായി എന്നൊക്കെ പറയാം. പ്രാണനും പ്രാണനൂടെ ഒരുമിക്കുക. അങ്ങനെ ബൈബിളിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. അതിലൊരാളാണ് യാക്കോബ്. യാക്കോബിന് ഒരു മകനുണ്ട്, അവൻ്റെ പേര് ബെന്യാമിൻ എന്നാണ്. യോസേഫ് തൻ്റെ സഹോദരന്മാരെ നിർത്തിയിട്ട് പറയുക, ഫുഡ് വേണമെങ്കിൽ ഒരു അനിയനോട് ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു സഹോദരനോടുണ്ട്, ഫുഡ് വേണമെങ്കിൽ അവനെ കൊണ്ടുവരണം. അവൻ്റെ പേര് ബെന്യാമിൻ എന്നാണ്. അവനെ കൊണ്ടുവന്നാലേ ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നിരന്നു നിൽക്കുന്ന സഹോദരന്മാർ പറയുക, അവൻ്റെ പ്രാണനും അപ്പൻ്റെ പ്രാണനും ഒന്നായിരിക്കുന്നു, അവരെ വേർപിടിപ്പിച്ചാൽ അപ്പന് എന്താ ദോഷമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അപ്പോൾ ഈ ബെഞ്ചമിൻ്റെ പ്രാണനും അപ്പൻ്റെ പ്രാണനും ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ ലിറ്ററലി അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതായത് യാക്കോബിന് ഭയങ്കര ആഗ്രഹം, എൻ്റെ മകൻ അടുത്ത് വേണം, അവൻ എൻ്റെ അടുത്തുനിന്ന് പോയാൽ എനിക്ക് നഷ്ടമുണ്ടാകും. അങ്ങനെ അവൻ്റെ ആത്മാവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ സോൾട്ടായി നമ്മളെല്ലാവരും പല പ്രാണബന്ധത്തിനകത്ത് ഏർപ്പെട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ നമ്മുടെ ഭാര്യയുമായിട്ടായിരിക്കും നമ്മൾ സോൾട്ടായിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം നമുക്കൊരു ചിന്ത വന്നാൽ ആ ടൈമിൽ അവർക്കും ആ ചിന്ത വരും. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. അതായത് ഈ ഞാൻ അടൂരിൽ നിന്നും പാറയ്ക്കൽ നിന്നാണ് ഞങ്ങളുടെ ജംഗ്ഷൻ്റെ പേര്. ജംഗ്ഷനിലെത്തുമ്പോൾ എൻ്റെ വൈഫ് ആൻസിക്ക് മനസ്സിലാവും, ആമേൻ ഈച്ചാൻ വരുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, അനുഭവമാണ്. അവളപ്പോൾ ഒരുങ്ങി വെളിയിൽ വന്നിരിക്കും. ഇത് ഒരു സോൾ ടൈ ആണ്. ഇത് ബൈബിളിൽ എവിഡൻസ് ഉണ്ട്, സോൾ ടൈ, പ്രാണബന്ധം. പക്ഷേ ഇതിനകത്ത് ലീഗലും വരാം, ഇല്ലീഗലും വരാം. മനുഷ്യനുമായിട്ട് നമുക്ക് സോൾ ടൈ ഉണ്ടാകുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് പരിശുദ്ധാത്മാവുമായിട്ടൊരു പ്രാണബന്ധത്തിൽ. ഇന്ന് അതാണ് ഞാൻ ഈ പറയാൻ വരുന്നത്. ദൈവവുമായിട്ടൊരു പ്രാണബന്ധം ഈ ചർച്ചിൽ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞോട്ടെ,
ഞാൻ പറഞ്ഞോട്ടെ, എത്ര പേർക്ക് എൻ്റെ കൂടെ ഉണ്ട്? ഈ അബ്രാഹാമും ദൈവവും തമ്മിൽ പ്രാണബന്ധമായിരുന്നു. ദൈവത്തിന് ആവശ്യം അബ്രാഹാം എന്ന വ്യക്തിയെയാണ്, അബ്രാഹാം എന്ന സ്നേഹിതനെയാണ്. പക്ഷെ അബ്രാഹാമിന് ദൈവത്തിൽ നിന്നും ഒരു തലമുറയാണ് ആവശ്യം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതായത് ദൈവത്തിന് വേണ്ടത് ഒരു സ്നേഹിതനെയാണ്, പക്ഷെ അബ്രാഹാമിന് വേണ്ടത് ഒരു തലമുറയാണ്. ദൈവത്തിന് വേണ്ടത് തന്നോട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന, പ്രാണബന്ധത്തിലായിരിക്കുന്ന ഒരു സ്നേഹിതനെയാണ്. അബ്രാഹാമിന് വേണ്ടത് തന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ഈ അബ്രാഹാം ദൈവത്തിന്റെ പുറകെ നടക്കുന്നത് പോലും ഈ വാഗ്ദത്തത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഭയങ്കര പ്രശ്നം പ്രിയമുള്ളവർ, നമുക്കെല്ലാവർക്കും വാഗ്ദത്തം വലുത്. ഇവിടെ വന്നിരിക്കുന്ന പലരും വാഗ്ദത്തം, കർത്താവേ ആ വാഗ്ദത്തം നിവർത്തീകരിക്കണമേ, വാഗ്ദത്തം വരണമേ. ഈ വാഗ്ദത്തം മുന്നിൽ നിർത്തിയാണ് നമ്മൾ പലപ്പോഴും കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത്. പക്ഷെ ചില സമയത്ത് ഈ വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ വൈകും. ആ സമയത്ത് നമ്മൾ പിന്മാറും. എൻ്റെ കൂടെ 8ഓളം ദൈവദാസന്മാരുണ്ട്. ദൈവദാസന്മാർ ചെറുപ്പക്കാരാണ്. അതിലെ ഭൂരിഭാഗം ആളുകളും വാഗ്ദത്തം കേട്ട് അത് നടക്കാൻ പിന്മാറിപ്പോയവരാണ് കൂടുതൽ ആളുകളും. നിനക്ക് വേണ്ടി ഇപ്പോൾ രാജ്യങ്ങളെ തുറക്കും, നീ രാജ്യത്തിൻ്റെ അപ്പോസ്തലനാകും. 1 മാസം വെയിറ്റ് ചെയ്യും, 2 മാസം വെയിറ്റ് ചെയ്യും. ഇവൻ്റെ മിനിസ്ട്രിയിൽ ഒരു ചലനം നടക്കുന്നില്ലെന്നറിയുമ്പോൾ ഇവൻ പുറകോട്ട് പോകും. കാരണം ഇവൻ പ്രാണബന്ധത്തിലല്ല, ഇവൻ ആ വാഗ്ദത്തവുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വാഗ്ദത്തമാണോ വലിയത്, ദൈവമാണോ വലിയത്? ഹല്ലേലൂയ. നിങ്ങളോട് പറഞ്ഞ പ്രവചനമാണോ വലിയത്, ദൈവമാണോ വലിയത്? ഇന്ന് പകലിൽ ദൈവമാണ് വലിയതെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ ഒരു ചരിത്ര വിഷയമാക്കി മാറ്റും. അബ്രഹാമേ, നീ ഒരൊറ്റ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നീ ഒരൊറ്റ വാഗ്ദത്തം, ഒരു തലമുറ, ഒറ്റ തലമുറയ്ക്ക് വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത്. ഇവന് വേണ്ടത് അവന്റെ സ്വത്തുക്കളുടെ അവകാശിയാണ്. പക്ഷേ എൻ്റെ ദൈവത്തിന്റെ കൂടെ നടന്ന സംഭവിക്കുന്നത്, നീ ബഹുജാതികളുടെ പിതാവായി മാറും. നിന്റെ സന്തതി ഭൂമിയിലൊക്കെ പരക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ മണൽ തരികളെ പോലെ ഞാൻ നിനക്ക് സന്തതി. നമ്മളെല്ലാവരും ഒറ്റ വാഗ്ദത്തത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒരൊറ്റ യാത്ര, ഒരൊറ്റ മിനിസ്ട്രി. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കാറ്, ഒരു വീട്, ഒരു വിവാഹം. പക്ഷെ എൻ്റെ കർത്താവ് തുറക്കുന്നത് ദൈവം നിനക്ക് തരുന്ന ബ്ലെസ്സിങ് അമർത്തി കുലുക്കി. അബ്രഹാം വാഗ്ദത്തത്തിന് വേണ്ടി പോവുകയാണ്. 15-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സാറായിക്ക് ഈ കാത്തിരുന്ന് മടുത്തു. സാറ പറയുകയാണ്, എനിക്കൊരു സന്തതിയെ നീ തരണം. ഈ സാറയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു എന്ന് ഞാൻ ധരിക്കുന്നു. യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു രീതിയുണ്ട്. യഹൂദന്മാരുടെ എന്നല്ല, ആ കാലഘട്ടത്തിൽ അബ്രാഹാമിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു സിസ്റ്റം.
വിവാഹം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞാൽ തലമുറ ഇല്ല എങ്കിൽ വീടിനോട് ചേർന്നൊരു കൂടാരം പണിത് അവിടേക്ക് അവളെ മാറ്റണം. അവൾക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൾക്ക് പുറലോകവുമായിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല, അവൾക്ക് അവളുടെ ഭർത്താവുമായിട്ട് മാത്രമേ സമ്പർക്കം പുലർത്താൻ കഴിയുകയുള്ളൂ. വേറെ ആരോടും ഇവക്ക് സഹകരിക്കാൻ കഴിയില്ല. അങ്ങനെ അവൾ ആ കൂടാരത്തിൽ മാത്രം ഇരിക്കണം. എന്ന് ഇവളുടെ മച്ചിയായ ആ അവസ്ഥ പൊളിയുന്നു, അന്ന് ഇവക്ക് കൂടാരത്തിൽ നിന്ന് വെളിയിൽ വരാം. അപ്പം ഈ കൂടാരത്തിനകത്തിരിക്കുന്ന എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഒരു ജനനം മാത്രമല്ല, ഒരു വിടുതലാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. ഈ കൂടാരം പൊളിയണം എന്നുള്ള ഒരൊറ്റ സ്വാതന്ത്ര്യമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? സാറായിയെ, നിനക്കൊരു ജനനം ഉണ്ടായാൽ അത് നിന്റെ മാത്രം ഒരു ജനനം ഉണ്ടായി ഒരു അമ്മയായി എന്ന് മാത്രമല്ല, അത് നിന്റെ കൂടാരത്തെ പൊളിക്കും. നാളുകളായി നിന്നെ തളച്ചിട്ടിരിക്കുന്ന ഒരു കൂടാരം ഉണ്ടല്ലോ, അതിൽ നിന്ന് വെളി വരാതെ അതിന്റെ ഇട്ടാവട്ടത്തെ മാത്രം തളച്ചിട്ടിരിക്കുന്ന ഒരു കൂടാരം ഉണ്ടല്ലോ, അത് പൊളിയും. ഒരിക്കൽ സമയം പോയ പാസ്റ്റർ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് നിർത്താം. ഒരിക്കൽ 3 പേര് ഈ അബ്രഹാമിന്റെ വീട്ടിൽ വന്നു. 3 പേര് വന്നപ്പോഴത്തേനെ ഇവര് ചോദിച്ചു, നിന്റെ ഭാര്യ എവിടെ? അബ്രഹാം പറഞ്ഞു, കൂടാരത്തിൽ ഉണ്ട്. അവൾ ഇവരെ എഴുത്തവായി പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് നിനക്കൊരു തലമുറ ഉണ്ടാകും. വെളിയിൽ നിന്ന് അബ്രഹാം ചിരിച്ചു, അകത്ത് നിന്ന് സാറായി ചിരിച്ചു. അകത്ത് കിടന്ന സാറായി ചിരിച്ചത്, എൻ്റെ ഈ കൂടാരമൊന്നും പൊളിയത്തില്ല, എനിക്കിതൊന്നും സംഭവിക്കത്തില്ല. ഇവര് പറഞ്ഞത്, ആമേ സാറായിയെ, നിന്റെ കൂടാരം പൊളിയുന്നാണ്. അർത്ഥം, നിന്നെ ഇതുവരെ ഇവിടെ തളച്ചിട്ടിരിക്കുന്ന ഒരു നിയമം ഉണ്ടല്ലോ, ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ പൊളിക്കാൻ ഒരു സന്തതി ജനിക്കാൻ പോവാണ്. ഇന്ന് പകലിൽ ചില കുടുംബങ്ങളിൽ അത്ഭുത ജനനങ്ങൾ. ഒരിക്കല് അവൾ ഈ കൂടാരത്തിൽ ഇരുന്ന് ഇവളങ്ങ് മടുത്തു കേട്ടോ. ഇവള് പറയും, എനിക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞിനെ വേണം, അതെൻ്റെ ദാസിയായിരിക്കുന്ന ആഗറിനെ കല്യാണം കഴിച്ച് നീ എനിക്കൊരു തലമുറയെ തരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അബ്രഹാം ഇവളുടെ വാശിയിൽ അല്ലെങ്കിൽ ഇവളുടെ അഭ്യർത്ഥനയിൽ അവൻ കീഴടങ്ങി ഒരു തലമുറയെ ജനിപ്പിച്ചു. അവൻ്റെ പേര് ഇസ്മായേൽ. ഹല്ലേലൂയ. 16-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് 86-ാമത്തെ വയസ്സിൽ. അബ്രഹാമിൻ്റെ 86-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഇസ്മായേൽ ജനിക്കുന്നു. 16-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇസ്മായേലിന്റെ ജനനമാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ 17-ാമത്തെ അധ്യായം 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. 86-ാമത്തെ വയസ്സ് മുതൽ 99 വയസ്സ് വരെയുള്ള 14 വർഷം ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ അബ്രഹാമിന്റെ മുമ്പിൽ അടഞ്ഞുപോയി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രത്യക്ഷനായി എന്ന് പറയുന്ന വാക്ക് ഹീബ്രു ബൈബിളിൽ റഹ് എന്ന് പറയുന്ന വാക്കാണ്. പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. REAH, റഹ് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് ആത്മീക കണ്ണുകൊണ്ട് അവൻ ദൈവത്തെ കണ്ടു. ഇതാണ് അതിൻ്റെ അർത്ഥം. പ്രത്യക്ഷനായി എന്ന് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അബ്രഹാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കണ്ടു. ഇപ്പൊ ഞാൻ എബി പാസ്റ്ററിനെ കാണുന്നത് പോലെ, ഞാൻ ബോവൻ പാസ്റ്ററിനെ കാണുന്നത് പോലെ ദൈവത്തെ കണ്ടു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാം അവന്റെ ആത്മീക കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടു. ആ കാലഘട്ടത്തിൽ
ആത്മീക കണ്ണു തുറന്ന് ദൈവത്തെ കാണുന്ന ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പേരാണ് അബ്രഹാം. ആ കാലഘട്ടത്തിൽ ആത്മീക കണ്ണു തുറക്കപ്പെട്ട ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പേരാണ് അബ്രഹാം. അത് മാത്രമല്ല, ആത്മീക കണ്ണ് തുറക്കപ്പെട്ട ഈ മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. പക്ഷെ ഈ 86-ാമത്തെ വയസ്സിൽ ഇസ്മായിൽ ജനിച്ചു. ഇവന്റെ ആത്മീക കണ്ണ് അടഞ്ഞുപോയി. 14 വർഷം ഇവന് ഈ ആത്മീക കണ്ണുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നേ? ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുകയാണ്, എൻകൗണ്ടറുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കോ. ചിലരുടെ മേൽ ആത്മീക കണ്ണ് ചിലരുടെ മേൽ തുറക്കാൻ പോവുകയാണ്. ഒരിക്കലെങ്കിലും ഒരു ഡിവൈൻ എൻകൗണ്ടർ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും ദൈവത്തിന്റെ കണ്ണു തുറന്ന് നീ ചില വിഷൻസ്, സ്വർഗീയ അനുഭവങ്ങൾ നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. അത് നമ്മളോട് പറയുന്ന ഒരർത്ഥം എന്ന് പറയുന്നത്, നീ ദൈവത്തിന്റെ സ്നേഹിതനാണ്. മറ്റാർക്കും കൊടുക്കാത്ത എന്തോ മിസ്റ്ററി, മറ്റാർക്കും കൊടുക്കാത്ത എന്തോ മർമ്മം ഞാൻ നിനക്ക് കൈമാറാൻ ആഗ്രഹിക്കും. നിങ്ങൾ കേൾക്കുന്നില്ല. ഇത് കേൾക്കാതെ പോയാൽ ശരിയാവുകയില്ല. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്ക് ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം, നിനക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നീ ഒത്തിരി സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലായിരിക്കാം നീ മൂവ് ചെയ്യുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ ആത്മീക കണ്ണ് തുറന്ന് നീ ദൈവത്തെ കണ്ടാൽ, നിന്റെ ആത്മീക കണ്ണ് തുറന്ന് നീ ദൈവത്തെ കണ്ടാൽ, നീ നിന്റെ സാഹചര്യങ്ങളുടെ മുകളിൽ നീ സഞ്ചരിക്കാൻ തുടങ്ങും. പത്രോസേ, കൂടെ നിൽക്കുന്നവർക്കാർക്കും കാണാത്ത ഒരു വെളിപ്പാട് പത്രോസ് കാണുക. അവന്റെ വെളിപ്പാട് മറ്റൊന്നുമല്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. 11 പേരും മിണ്ടാതിരിക്കുമ്പോൾ ഇവൻ ചാടി എഴുന്നേറ്റ് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു അവനെ നോക്കിയിട്ട് പറയുക, ഇത് മറ്റാരും പറഞ്ഞു തന്നതല്ല, സ്വർഗസ്ഥനായ പിതാവ് തന്നെ നിനക്ക് വെളിപ്പെടുത്തിയതാണ്. എന്താ പ്രയോജനം? മറ്റാർക്കും കിട്ടാത്ത വെളിപ്പാട് കിട്ടിയിട്ട് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. മറ്റാർക്കും കിട്ടാത്ത ചതുർബ്രഹ്മപ്പണ ഇവന്റെ കയ്യിലുണ്ട്. മറ്റാർക്കും കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത കടലിന്റെ മീതെ നടക്കാൻ ഇവന് അധികാരമുണ്ട്. മറ്റാര് പ്രസംഗിച്ചാൽ നടക്കാത്ത റിവൈവൽ 3000 പേരെ സ്വീകരിക്കുക. ഇന്ന് പകലിൽ ആരുടെയൊക്കെ മേൽ ദൈവം തുറക്കുകയാണ് ആത്മീക കണ്ണ്. തുറക്കുന്നു. റെഡിയാവ്. ആത്മീക കണ്ണ് തുറക്കുകയാണ്. Fire. ആരും കണ്ടിട്ടില്ല
കേട്ടിട്ടില്ലാത്തത്, ആരും കേട്ടിട്ടില്ലാത്തത്, ആരും അനുഭവിച്ചിട്ടില്ലാത്തത് നിന്റെ കാതുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട് തൊടുന്നു. നിങ്ങൾക്ക് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാം. തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണമെങ്കിൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാം. ഇപ്പോൾ ഈ അന്തരീക്ഷത്തെ കർത്താവ് തുറക്കുകയാണ്. എനിക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് നിങ്ങളോട് ദൈവത്തെ പറയുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചു. ഈ അന്തരീക്ഷത്തെ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലേക്ക് ചിലരെ കർത്താവ് കയറ്റുകയാണ്. തൊടുന്നു. ഓ, ആ മകനെ കർത്താവ് തൊടുകയാണ്. പ്രവാചകി തൊടുന്നു. ദൈവശക്തി, തുറക്കപ്പെട്ട സ്വർഗം, തുറക്കപ്പെട്ട സ്വർഗം, തുറക്കപ്പെട്ട സ്വർഗം, തുറക്കപ്പെട്ട സ്വർഗം, തുറക്കപ്പെട്ട സ്വർഗം, തുറക്കപ്പെട്ട സ്വർഗം. ദൈവത്തിന്റെ ദൂതന്മാർ ഈ രണ്ടാമത്തെ പകലിൽ ചിലരുടെ കണ്ണുകളെ അവൻ തുറക്കുകയാണ്. മാനുഷിക കൺട്രോളിൽ നിന്നും കർത്താവ്
ദൈവത്തിന്റെ കൺട്രോളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അബ്രഹാം തന്റെ കണ്ണു തുറന്ന് ദൈവത്തെ കണ്ടു. 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനെ കണ്ണു തുറന്ന് അവൻ വീണ്ടും കാണാൻ തുടങ്ങി. Again. വീണ്ടും അവന്റെ കണ്ണു തുറന്നു. വീണ്ടും അവന്റെ കണ്ണു തുറന്നു. എവിടെയെങ്കിലുമൊക്കെ നീ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നീ പരാജയപ്പെട്ടിട്ടുണ്ടോ, നീ എവിടെയെങ്കിലുമൊക്കെ വീണു പോയിട്ടുണ്ടോ, കർത്താവ് ഒരു പദം നിന്നോട് പറയുന്നു, വീണ്ടും വീണ്ടും ഞാൻ എഴുതി തുടങ്ങാൻ പോവുകയാണ്. വീണ്ടും ഞാൻ ചരിത്രത്തെ എഴുതാൻ പോവുകയാണ്. വീണ്ടും നിനക്കായി ഞാൻ ചിലത് തുറക്കാൻ. രണ്ടാമത്തെ ഈ 17-ാമത്തെ അധ്യായത്തിലെ അബ്രാഹാമിന്റെ കണ്ണ് തുറന്നപ്പോ, അബ്രാഹാമിന്റെ ആത്മീക കണ്ണ് തുറന്നപ്പോ ദൈവം അബ്രാഹാമിനോട് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ സർവശക്തിയുള്ള ദൈവം. ഞാൻ സർവശക്തിയുള്ള ദൈവം. സർവശക്തി എന്ന് പറഞ്ഞാൽ നീ കാണുന്ന ശക്തന്മാരെ പോലെയല്ല ഞാൻ സർവശക്തിയാണ്. ഈ ലോകത്തിലുള്ള പവറുകൾ, ഈ ലോകത്തിലുള്ള ശക്തിയെല്ലാം ഒരു തുലാസിൽ ആമേൻ എടുത്തു വെച്ച് എന്റെ പവറുമായിട്ട് തുലനം ചെയ്താൽ ആമേൻ ഒരിക്കലും തുലനം ചെയ്യാൻ കഴിയാത്ത അളവറ്റ വലിപ്പമാണ് ഞാൻ നിനക്ക് തലമുറയെ തരുമെന്ന് മാത്രമല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അതിനെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിയുടെ പ്രത്യേകത അത് സർവശക്തിയുള്ള ശക്തിയാണ്. നിന്റെ കേസിനേക്കാൾ, നിന്റെ വീടിനേക്കാൾ, നിന്റെ മേലിലുള്ള അപവാദത്തെക്കാൾ, നിന്റെ മേലിലുള്ള പോരാട്ടങ്ങളെക്കാൾ പൈശാചിക മേഖലകൾ നിന്നെ തകർത്തുവെന്ന് നീ വിധി എഴുതുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, അതിനേക്കാൾ അളവറ്റ വലിപ്പം, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഞാൻ സർവശക്തിയുള്ള ദൈവം. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയുകയാണ്, സർവശക്തിയുള്ള ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ആര് പ്രതികൂലമായി നിൽക്കും? ആര് പ്രതികൂലമായി നിൽക്കും? ആര് പ്രതികൂലമായി നിൽക്കും? മിറക്കിൾ ചർച്ചിന് വേണ്ടി ദൈവം അനുകൂലമാണ്. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇവൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇവൻ സകലത്തിന്റെ മേൽ ഉന്നതനായ ദൈവമാണ്. ഇവൻ ആധിപത്യം തോളിൽ ചുമത്തിരിക്കുന്ന ദൈവമാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും പാർശ്വത്തെ അല്ലെങ്കിൽ താക്കോലിനെ അവൻ കയ്യിലേന്തിയ ദൈവമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവമാണ്. അവൻ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ വിശ്വസിക്കുന്നവർ ഉറക്കെ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് നിൽക്കുന്നവർ അങ്ങനെ തന്നെ നിൽക്കുക. ഇപ്പോൾ ചിലരുടെ മേൽ ഇമ്പാർട്ടേഷനെ പരിശുദ്ധമായി വായിക്കാൻ പോവുകയാണ്. കർത്താവേ, എനിക്ക് നിന്റെ സ്നേഹിതനൊന്നാവണം. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ സ്നേഹമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അബ്രാമിനെ പോലെ ഒന്ന് സ്നേഹിതനാവാൻ, വിട്ടുപിരിയാൻ പറ്റാത്ത ആ ബന്ധത്തിലേക്കൊന്ന് കയറാൻ എത്ര പേർക്ക് കഴിയും? ആ ഇന്റിമസി ദൈവം ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. കൂടെ ഇരിക്കണം.
ഈ 12 ശിഷ്യന്മാരെ യേശു കർത്താവ് നിരത്തി നിർത്തിയിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ആമേൻ അധികാരം നിങ്ങൾക്ക് ഞാനൊരു അധികാരം തരാൻ പോകുന്നു. ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പക്ഷെ ഈ അധികാരമൊക്കെ കൊടുക്കുന്നതിന് മുൻപേ യേശു അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, കൂടെ ഇരിക്കണം. ബോംബാസെ കൂടെ ഇരിക്കണം, കൂടെ ഇരിക്കണം. 21 ദിവസം ഉപവാസം എന്തിനാ? ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ, ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ, ദൈവത്തിന്റെ കൂടെ സംസാരിക്കാൻ, ദൈവത്തോടെ ഇന്ററാക്ട് ചെയ്യാൻ, ദൈവത്തെ ഒന്ന് സ്നേഹിക്കാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകത്തിലുണ്ടായ സോൾട്ടൈ എല്ലാം പൊട്ടിച്ച്, പ്രാണബന്ധത്തെ എല്ലാം പൊട്ടിച്ച് ദൈവവുമായിട്ട് പ്രാണബന്ധത്തിൽ ഏർപ്പെടാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, ഒന്നുകൂടെ പാടിക്കേ. ഓ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും 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 യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, കഴിയില്ലെനിക്ക് പ്രിയമേ യേശുനാഥാ, ഉള്ളം തുറന്ന് പറഞ്ഞേ, സ്നേഹിക്കുന്നേ. വെറുതെ പാട്ടായിട്ട് പറയില്ല. ആ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മുഴുവൻ സ്നേഹത്തെ ഒന്ന് വെളിപ്പെടുത്തി. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. വർഷിപ്പ് ചെയ്ത് വർഷിപ്പ് ചെയ്ത് സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും, ഓ വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എന്റെ ദാഹം ജീവൻ നൽകിയിടും, ജീവൻ നൽകിയിടും, ജീവന്റെ ഒപ്പം ദാഹം തീർക്കും ജീവനാദി. വേറൊന്നിനാലും വേറൊന്നിനാലും ഞാൻ ജീവന്റെ ഒപ്പം നീ ദാഹം സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഓ റബാനയാം ശരീരേ മാതര. ദേവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഒരു ആത്മീക കണ്ണ് തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡിവൈൻ വിഷൻസ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു എൻകൗണ്ടർ ഞാൻ ആഗ്രഹിക്കുന്നു.
ആമേൻ, ഒരു അഭിഷേകം എന്നെ ആമേൻ തൊടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം ആമേൻ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ഓടി വരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, രോഗികളല്ല, മറ്റ് ആമേൻ 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 കടഭാരത്തിന് വേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, കർത്താവിൻ്റെ ഒരു സ്പർശനം എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം മുന്നോട്ട് വന്നാട്ടെ. ഓ പ്രണയമാണേ എനിക്ക്, പ്രണയമാണേ യേശുവേ അങ്ങോട് പ്രണയമാണേ.